പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഗോധയിൽ കടുത്ത പ്രചാരണമാണ്, കടുത്ത മത്സരമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചിത്രം, ഒപ്പം കുട്ടിക്കലാശത്തിൻ്റെ വിശദാംശങ്ങൾ. മോർണിംഗ് കെ പി. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് പാലക്കാടും പിന്നൊന്ന് ആലത്തൂരും, ഈ രണ്ട് മണ്ഡലത്തിലും ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അതിൽ തന്നെ പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ക്രമാതീതമായി വോട്ട് വർദ്ധിപ്പിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണയാണെങ്കിൽ NDA സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാർ 2 ലക്ഷത്തിലേറെ വോട്ടുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ നേടിയിട്ടുള്ളത്. ഇത്തവണ ഏതായാലും വിജയത്തിൽ കുറഞ്ഞതൊന്നും പാലക്കാട് മണ്ഡലത്തിൽ BJPയുടെ മുൻപിലില്ല, C കൃഷ്ണകുമാറിന്റെ മുൻപിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും വലിയ ഒരു മുന്നേറ്റം BJPക്ക് പാലക്കാട് മണ്ഡലത്തിൽ സൃഷ്ടിക്കാനായി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഈ പാലക്കാട് മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് BJP ശക്തമായ പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും വലിയ രീതിയിലുള്ള കാടിളക്കിയുള്ള പ്രചാരണം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും പാലക്കാട് മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ VK ശ്രീകണ്ഠനും അതുപോലെ തന്നെ LDFന്റെ A വിജയരാഘവന്റെയും എല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രചാരണം ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ഒച്ചയടയുന്ന വേഗത്തിലായിരുന്നു എന്നുള്ളൊരു വിമർശനം പരക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ അനായാസം ആരും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു VK ശ്രീകണ്ഠൻ പാലക്കാട് മണ്ഡലത്തിൽ വിജയിച്ചത്. ഇത്തവണ പക്ഷേ അത്തരത്തിൽ VK ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്ന് പ്രചാരണത്തിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കുന്നതായി കണ്ടില്ല എന്നുള്ള വിമർശനം പരക്കെ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും സ്ഥാനാർത്ഥി പ്രചാരണ രംഗത്ത് പിന്നോട്ട് പോകുന്ന സ്ഥിതിയായിരുന്നു കാണാൻ കഴിഞ്ഞത് എന്നതായിരുന്നു നാട്ടുകാർ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ ഈ VK ശ്രീകണ്ഠൻ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ കാര്യമായി ഒന്നും നടത്തിയില്ല എന്ന് മാത്രമല്ല പാർലമെന്റിൽ പോയി മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും MP-ക്ക് യാതൊരു തരത്തിലും കഴിയാത്ത സ്ഥിതി ഉണ്ട് എന്നുള്ളൊരു വിമർശനം പൊതുവെ ഉയരുന്ന ഒരു സ്ഥിതി പാലക്കാട് മണ്ഡലത്തിൽ MP-ക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ MP-ക്കെതിരെ ഒരു വികാരം മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ A വിജയരാഘവൻ ഇടതുപക്ഷത്തിന്റെ മറ്റ് ഈ പാലക്കാട് മണ്ഡലത്തിൽ തന്നെയുള്ള ജില്ലയിൽ തന്നെയുള്ള നേതാക്കളെ എല്ലാം ഒതുക്കിക്കൊണ്ടാണ് പെട്ടെന്ന് CPM ഇത്തരത്തിൽ A വിജയരാഘവനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഏതായാലും അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങളും പൊട്ടിത്തെറികളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രചാരണ രംഗത്ത് കാണാൻ കഴിഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി മിക്കയിടങ്ങളിലും പ്രചാരണത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ആളുകളില്ലാത്ത ഒരു സ്ഥിതി A വിജയരാഘവനൊപ്പം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല A വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് നിന്നുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും മണ്ഡലത്തിൽ പ്രചാരണത്തിൽ ശ്രദ്ധ ചെലുത്താതെ എപ്പോഴും മലപ്പുറത്ത് പോയി ഇരിക്കുന്നു. ഇനി ഇദ്ദേഹം എങ്ങനെയാണ് വിജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്.